അപ്പോൾ ഗേസ് ഇതെന്തെങ്കിലും വെറൈറ്റി ചെയ്താലോ എന്ന് ഞാൻ വിചാരിച്ചപ്പോൾ ഇന്നൊരു വെറൈറ്റി മാഗി ഉണ്ടാക്കിക്കാന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ഒരു സവാള തക്കാളി എടുത്ത് മിക്സിയിലിട്ട് അരച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഗ്യാസ് കത്തിച്ചിട്ട് അതിലേക്ക് ഒരു പാൻ വെച്ച് കൊടുക്കാവേ. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല തിളപ്പിച്ചങ്ങ് എടുക്കാം. എന്നിട്ട് നമുക്ക് മാഗി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. മസാല ഇപ്പോൾ ആവശ്യമുള്ളത് മാറ്റി വെച്ചോ. ശേഷം നമുക്ക് മാഗി വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ച ശേഷം നമ്മുടെ നേരത്തെ അരച്ച് വെച്ച ആ ഒരു മിക്സ് ഉണ്ടല്ലോ അതങ്ങ് ഇട്ടെടുത്തിട്ട് നമുക്ക് തിളപ്പിക്കാം കേട്ടോ. കുറച്ച് മുളക് പൊടി, കുറച്ച് ഉപ്പ്, കുറച്ച് ആ മാഗി മസാല ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് ഈ മാഗി ഇട്ട് കൊടുക്കാം കേട്ടോ. മാഗി ഇടുമ്പോൾ തുള്ളി വെള്ളം കാണില്ലേ. അതിന് ശേഷം വേറൊരു പാത്രത്തിലേക്ക് നമുക്കൊരു മുട്ട പൊട്ടിച്ചൊഴിക്കാം കേട്ടോ. അതിന് ശേഷം നമുക്ക് അതിലേക്ക് ഉപ്പ്, കുരുമുളക് പൊടി ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇടാം കേട്ടോ. അപ്പോൾ ഞാൻ സംഭവമൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. മുട്ടയും റെഡിയായിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം കേട്ടോ. അങ്ങനെ ഞാൻ വിചാരിച്ച പോലല്ല ഗൈസ്, അടിപൊളി സാധനമാണ്. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. സംഭവം സൂപ്പർ. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്. ബൈ.